പീരുമേട് ഗ്രാമപഞ്ചായത്ത് മുൻ ഭരണസമിതിക്കെതിരെ നിലവിലെ ഭരണസമിതി 48 ലക്ഷം രൂപ ചട്ടലംഘന നിക്ഷേപത്തിൽ നിയമ നടപടി. പഞ്ചായത്തിനെതിരെ നടത്തിയ LDF സമരം പ്രകസനം എന്നും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശാന്തി രമേശ്. പിൻവാതിൽ നിയമനങ്ങളും കുടുംബവാഴ്ചയും നടത്തിയത് LDF ആണെന്നും പീരുമേട് പഞ്ചായത്ത് കോൺഫറൻസ് ഹാളിൽ വിളിച്ചുകൂട്ടിയ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. റെയിൻബോ ന്യൂസ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് കോട്ടയം കട സിൻസ് 1950. പരിശുദ്ധ സ്വർണം വിശ്വസ്ത കരങ്ങളിലൂടെ. ആ ഷോപ്സ് കട്ടപ്പന, ചെറുതോണി, അടിമാലി, നെടുങ്കണ്ടം, രാജാക്ക. പീരുമേട് ഗ്രാമപഞ്ചായത്തിനെതിരെ കഴിഞ്ഞ ദിവസം LDFന്റെ നേതൃത്വത്തിൽ അഴിമതിക്കെതിരെയും സ്വജന പക്ഷപാതത്തിനെതിരെയും സമരം നടത്തുകയും ചെയ്തിരുന്നു. എന്നാൽ ഭരണത്തിൽ കയറി 6 മാസം വരെ ആയതേയുള്ളൂ. ഒരു ബില്ലിൽ പോലും ഒപ്പിടാൻ തുടങ്ങിയിട്ടുമില്ല. അതിനിടയിലാണ് അഴിമതി എന്ന ആരോപണം LDF പറയുന്നത്. അതോടൊപ്പം തന്നെ നിലവിലെ PSC വഴി നിയമനം ലഭിച്ച ഡ്രൈവർ ഉള്ളതിനാൽ താൽക്കാലിക ഡ്രൈവറെ പുതുക്കി നൽകിയിട്ടില്ല. പിൻവാതിൽ നിയമനങ്ങളും ബന്ധു നിയമനങ്ങളും മുൻ ഭരണസമിതിയുടെ കാലത്ത് ഒരു കുടുംബത്തിലെ തന്നെ 9 പേരെയാണ് വിവിധ വകുപ്പുകളിൽ നിയമിച്ചത്. പാർട്ടി ലിസ്റ്റ് പ്രകാരം അർഹരായവരെ ഒഴിവാക്കുകയും ചെയ്തിട്ടുണ്ട്. ക്ലീനിംഗ്, PTS തസ്തികകളിൽ കുടുംബശ്രീ മുഖേനയാണ് നിയമനങ്ങൾ നടത്തിയത്. കഴിഞ്ഞ 5 വർഷത്തിനിടയിൽ ഒരു തവണ പോലും ജനറൽ ബോഡി വിളിച്ചു ചേർക്കാൻ ഭരണസമിതി തയ്യാറായിട്ടില്ലെന്നും പ്രസിഡന്റ് പറഞ്ഞു. ഇതൊന്നും പോരാഞ്ഞിട്ടാണ് ഗ്രാമപഞ്ചായത്തിന്റെ വികസനത്തിനാവശ്യമായ 48 ലക്ഷം രൂപ മുങ്ങിത്താന്നുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥാപനത്തിൽ നിക്ഷേപം നടത്തിയിരിക്കുന്നത്. പ്രതിപക്ഷത്തായിരിക്കുമ്പോൾ തന്നെ ഈ തുക തിരികെ പഞ്ചായത്തിന്റെ അക്കൗണ്ടിലേക്ക് എത്തിക്കണമെന്ന് ആവശ്യപ്പെട്ടതാണ്. ഇപ്പോൾ മിനിസ്റ്റർ എടുത്ത് പരിശോധിച്ചപ്പോൾ 3 വർഷം കൂടി വീണ്ടും നീട്ടിക്കൊടുത്തിരിക്കുന്ന രേഖയാണ് ഇവിടെ ഉള്ളതെന്നും ഗ്രാമപഞ്ചായത്ത് സുസ്ഥിരമായ വികസന പ്രവർത്തനങ്ങളുമായി മുൻപോട്ട് പോകാനാണ് തീരുമാനിച്ചിരിക്കുന്നതെന്നും ഗ്രാമപഞ്ചായത്ത് കോൺഫറൻസ് ഹാളിൽ വിളിച്ചുകൂട്ടിയ വാർത്താ സമ്മേളനത്തിൽ പീരുമേട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശാന്തി രമേശ് പറഞ്ഞു. 48 ലക്ഷം രൂപയാണ് പഞ്ചായത്തിന്റെ പണം കൊണ്ടിട്ടിരിക്കുന്നത്. അത് കഴിഞ്ഞ പ്രതിപക്ഷത്തിരുന്നപ്പോഴത്തേക്ക് ഞങ്ങൾ പ്രതിപക്ഷത്തിരുന്ന 6 മെമ്പർമാർ ആവശ്യപ്പെട്ടത് ആ ഫണ്ട് അവിടെ മുങ്ങി താഴാനിരിക്കുന്ന കപ്പലിൽ ഈ പൈസ ഇടാൻ പാടില്ല. ജനങ്ങളുടെ പൈസയാണ്, ഈ പൈസ ഇടാൻ പാടില്ല, ഈ പൈസ പിൻവലിക്കണം എന്ന് പറഞ്ഞ് എടുത്ത കമ്മിറ്റി തീരുമാനം. ഇന്ന് ഞാൻ അതേ സീറ്റിൽ പ്രസിഡന്റായിട്ട് ഞാൻ വന്ന് ഇരിക്കുമ്പോൾ ആ ഫയൽ ഓപ്പൺ ചെയ്ത് നോക്കുമ്പോൾ ഞങ്ങൾ മനസ്സിലാക്കിയത് ഞങ്ങൾ 6 പേര് പറഞ്ഞ ആ കമ്മിറ്റി തീരുമാനം അല്ലായിരുന്നു ഇന്നത്തെ കമ്മിറ്റി തീരുമാനം. അവരിയ്ക്കുമ്പോൾ അന്ന് എഴുതി വെച്ചിരിക്കുന്നത്. അതായത് 3 വർഷത്തേക്ക് പുതുപ്പിച്ച് കൊടുക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഉള്ള തീരുമാനമാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതുപോലെ എന്തൊക്കെ കാര്യങ്ങളായിരിക്കും ഈ 5 വർഷക്കാലം കൊണ്ട് ഇവർ ഇതിനകത്ത് ചെയ്ത് കൂട്ടിയിരിക്കുക. ഒരു അന്വേഷണം വയ്ക്കുവാണെങ്കിൽ ഏറ്റവും കൂടുതൽ അഴിമതി നടന്നു പറഞ്ഞാൽ കുടുംബശ്രീയിലാണ്. അപ്പോൾ ഈ 179 ദിവസം കുടുംബശ്രീയിലെ ആൾക്കാർക്ക് റൊട്ടേറ്റ് ചെയ്ത് കൊടുക്കണമെന്ന് പറഞ്ഞ ഒരു നിയമം ഉള്ളപ്പോൾ സ്വന്തം ആൾക്കാരെ, അല്ലെങ്കിൽ പാർട്ടി ഓഫീസിലിരുന്ന ഒരു ലിസ്റ്റാണ്, ശരിക്കും കുടുംബശ്രീയിൽ എടുത്ത ലിസ്റ്റ് അല്ലായിരുന്നു. പാർട്ടി ഓഫീസിൽ നിന്ന് ആർക്കൊക്കെയാണോ ജോലി കൊടുക്കണമെന്ന് അവർ പറയുന്ന ആ രീതിക്കുള്ള ഒരു ലിസ്റ്റായിരുന്നു കഴിഞ്ഞ കാലങ്ങളിൽ ഇവിടെ നടന്നുകൊണ്ടിരുന്നത്. എന്തായാലും ഞങ്ങൾ പുതിയ ടോൾ ഗേറ്റിൽ ആൾക്കാരെ നിയമിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഈ വ്യവസ്ഥ കുടുംബശ്രീയിൽ എന്താണോ ഇപ്പം പുതിയ ഇന്നലെ വരെയുള്ള എന്താണോ നിയമം, ആ നിയമം പാലിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ ബാധ്യസ്ഥരാണ്. ടോൾ ഗേറ്റ് അടക്കമുള്ള വിഷയങ്ങൾ ഇന്നലത്തെ ആ വിഷയവുമായി ബന്ധപ്പെട്ട് ഇവിടെ വന്നിട്ടുണ്ട്. എന്തായാലും ഇപ്പോഴത്തെ നിയമം അനുസരിച്ച് കുടുംബശ്രീയെ ബന്ധപ്പെട്ട് ഞങ്ങൾ സീനിയർ ലിസ്റ്റ് ഉണ്ടാക്കിയും അർഹതപ്പെട്ട ആൾക്കാർക്ക് റൊട്ടേറ്റ് ചെയ്ത് കൊടുക്കാനും കൂടെ ഒരു തീരുമാനം പുതിയ ഭരണസമിതി ഞങ്ങൾ എടുത്തിട്ടുണ്ട്. ഗ്രാമപഞ്ചായത്തിലെ മുഴുവൻ ഭരണസമിതി അംഗങ്ങളും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുക്കുകയും ചെയ്തു. ന്യൂസ് ബ്യൂറോ, പീരുമേട്.